വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും പ്രതികളായിട്ടുള്ള കെ മഹേഷിന്റെ ആത്മഹത്യാ പ്രേരണ കേസ് അത് പിണറായി സർക്കാരിന്റെ സമയത്ത് അതിന്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം VM സുധീരന്റെ ഒരു വരവോട് കൂടിയിട്ട് അന്വേഷണം വീണ്ടും ആരംഭിക്കാൻ പോകുന്നു. ഇത് വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. ശരിക്കും ഇതിന്റെ മൈക്രോ ഫിനാൻസ് കേസ് ഉണ്ടല്ലോ, ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായി. ശരിക്കും മൈക്രോ ഫിനാൻസ് കേസ് ആരംഭിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ VS അച്യുതാനന്ദന്റെ പരാതിയെ തുടർന്നിട്ടാണ് മൈക്രോ ഫിനാൻസ് കേസ്. അതായത് പിന്നെ സമുദായത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് പിന്നോക്ക വികസന കോർപ്പറേഷൻ വകയായിട്ട് അനുവദിക്കുന്നു. ആ തുക എടുത്തിട്ട് വെള്ളാപ്പള്ളി വക മാറ്റി ചെലവഴിച്ചു എന്നുള്ളതാണ് മൈക്രോ ഫിനാൻസ് കേസ്. അപ്പോൾ അത് VS അച്യുതാനന്ദനാണ് ശക്തമായി അതിൻ്റെ മുൻനിരയിൽ നിന്നത്. അപ്പോൾ VS അങ്ങനെ കേസുമായി മുന്നോട്ട് പോകുന്ന സമയമായി കഴിഞ്ഞപ്പോഴേക്ക് ഇതിനകത്ത് താൻ പിടിക്കപ്പെടും എന്ന് പറയുന്നൊരു തോന്നലുണ്ടായപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ത് ചെയ്തു? കെ മഹേശൻ്റെ തലയിലേക്ക് വെച്ച് എല്ലാം അവിടുന്ന് രക്ഷപ്പെട്ട് കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഊരിപ്പോകാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുകയുണ്ടായി. ഇത് മാനസികമായി അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ദാറ്റ് മീൻസ് അദ്ദേഹത്തിന് ഇനി ജീവിച്ചിരുന്ന കെ മഹേശനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരുന്നാൽ ഇത്രയും വലിയൊരു ബാധ്യത തൻ്റെ തലയിലേക്ക് വീഴും. ബാധ്യത തലയിലേക്ക് വീഴുകയും ചെയ്യും. അതോടൊപ്പം തന്നെ താൻ ഒരു വലിയ കുറ്റക്കാരനായി മാറുകയും ചെയ്യും. സമുദായത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ വെള്ളാപ്പള്ളി നടേശൻ നല്ലവനാവുകയും കെ മഹേശൻ എന്ന് പറയുന്ന വ്യക്തി വെറും നീചനായി ജനങ്ങളെ കബളിപ്പിച്ച ഒരാളായി മാറുകയും ചെയ്തു എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. അതിൻ്റെ ഭാഗമായിട്ടാണ് 2020 ജൂൺ മാസത്തിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു പിന്നെ കണിച്ചുകുളങ്ങരയിലെ ഇതിൻ്റെ യൂണിയൻ ഓഫീസിൽ തന്നെയാണ് അദ്ദേഹം കെട്ടിത്തൂങ്ങി മരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ കേസ് ഇങ്ങനെ പോകുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കുന്നു. അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നു. ആ കേസിൽ പ്രേരണാ കുറ്റം വെള്ളാപ്പള്ളി നടേശൻ്റെയും തുഷാറിൻ്റെയും VN തുഷാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നീട് തുഷാർ വെള്ളാപ്പള്ളി എന്നായി മാറുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതിൻ്റെ VN ചേർത്തിട്ടാണ് തുഷാർ വെള്ളാപ്പള്ളി, VN തുഷാർ. അപ്പോൾ അങ്ങനെ ഈ തുഷാർ കേസിൽ അകപ്പെടുകയും ചെയ്യുന്നു. അപ്പം നിലവിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ രണ്ടുപേരുമാണ് ശരിക്കും തുഷാറും വെള്ളാപ്പള്ളിയുമാണ് അതിനകത്ത് എൻ്റെ ജീവിതം എൻ്റെ നേതാവ് വെള്ളാപ്പള്ളി സാറിനും എൻ്റെ സുഹൃത്ത് KL അശോകനുമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന യൂണിയൻ നേതാക്കന്മാർക്ക് വേണ്ടി ഹോമിക്കുന്നു എന്നാണ് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പ്. 32 പേജോളം വരുന്ന ആത്മഹത്യക്കുറിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സംശയിക്കനിട കൊടുക്കുന്ന വരികളാണ്. അതായത് എൻ്റെ ജീവിതം എൻ്റെ നേതാവ് വെള്ളാപ്പള്ളി സാറിനും അതോടൊപ്പം എൻ്റെ സുഹൃത്ത് KL അശോകനുമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന യൂണിയൻ നേതാക്കന്മാർക്ക് വേണ്ടി ഹോമിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൽ രണ്ടുപേരും എന്തായിരുന്നാലും കുറ്റക്കാരാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം പിന്നെ അതായത് SNDP യോഗം ഓഫീസിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്, അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ തുടർന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കേസ് കൊടുക്കുകയും വെള്ളാപ്പള്ളി നടേശൻ കുറ്റക്കാരനാവുന്ന രീതിയിൽ കേസുകളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെള്ളാപ്പള്ളിക്കെതിരെ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പൊതുവിൽ നേരത്തെ ഈ കേസ് കിടപ്പുണ്ട്. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ കേസ് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുകയോ തുടരന്വേഷണം നടത്തുകയോ പ്രതി ചേർക്കപ്പെട്ട ആ കേസുമായി മുന്നോട്ട് പോകാനോ കഴിഞ്ഞില്ല എന്നുള്ളത് ഇടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ വീഴ്ചയായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാൽ ഇത്തവണ വീണ്ടും VM സുധീരൻ എന്ന് പറയുന്ന നേതാവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി അതോടുകൂടി ഈ കേസ് വീണ്ടും ഒരു ഉണർവിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനി മുന്നോട്ട് പോകുമോ? അടുത്ത ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ്. ഇതിനി മുന്നോട്ട് പോകുമോ? സംശയമാണ്. കാരണം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയുടെ കൂടെ എന്തോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രമേശ് ചെന്നിത്തലയും ലിജു ഒക്കെ പിന്നോട്ട് മാറിയിട്ടുണ്ട്, മന്ത്രി. അപ്പോൾ കാരണം അവർ പിന്നെ KPCC ഭാരവാഹി യോഗം നടക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒഴിവാക്കിയത്. വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ അവർ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് ആലപ്പുഴയ്ക്ക് പരിപാടിക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. ഒടുവിൽ വെള്ളാപ്പള്ളിക്കൊപ്പം പങ്കെടുക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപിത നിലപാട് കൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും യാത്രയിൽ നിന്ന് പിൻവലിയുകയും വന്ദേ ഭാരതിലെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഇവരെല്ലാം മന്ത്രിയായതിനു ശേഷം മന്ത്രി ബിന്ദു കൃഷ്ണയാണെങ്കിലും എനിക്ക് ലിജു പോയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി രമേശ് ചെന്നിത്തലയും ഒക്കെ എന്തിനേറെ മുഖ്യമന്ത്രി VD സതീശനെ തുഷാർ വന്ന് കാണുകയും ചെയ്തു. തുഷാർ വന്നിട്ട് ഷാളും ബൊക്കെയൊക്കെ നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം കയറി മുറുകി കേരളത്തിലെ മന്ത്രിസഭയ്ക്കുള്ളിൽ കോൺഗ്രസിന്റെ മന്ത്രിസഭയ്ക്കുള്ളിലും പാർട്ടിക്കുള്ളിലും
വെള്ളാപ്പള്ളി നടേശനും മകനും പിടിമുറുക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ ഇപ്പോൾ പൊതുവിൽ ഉണ്ടായി വരുന്നുണ്ട്. കാരണം ബിന്ദു കൃഷ്ണ പോയി അനുഗ്രഹം മേടിക്കുന്നു, രമേശ് ചെന്നിത്തല തുഷാറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും സിസ്റ്റമുള്ള രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി പിന്നെ കൈകടത്തുന്നു, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ തുഷാറുമായി കൈ കൊടുക്കുന്നു. ഇവിടെ മറ്റൊരാളെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ മുഖ്യമന്ത്രി, എല്ലാത്തിനെയും ടോപ്പ് ചെയ്തിരിക്കുന്ന മുഖ്യമന്ത്രിയും തുഷാറുമായി കൈ കൊടുക്കുന്നു. ദാറ്റ് മീൻസ് ഈ കേസ് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുമായി ഒരു അനുരഞ്ജനത്തിന് സർക്കാർ തയ്യാറായി വരുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു പ്രതീതി ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പറയുന്ന കേസുകൾ എത്രയും പെട്ടെന്ന്, ഇപ്പം കെ മഹേശന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസും എത്രയും പെട്ടെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ പെട്ടെന്ന് ലോക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കത്ത് കൊടുക്കുന്നത്. ഈ അന്വേഷണം ഇനി എങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. ഇവിടെ കെ മഹേശന്റെ അന്വേഷണം പുരോഗമിക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു നിലപാട്, പ്രഖ്യാപിത നിലപാടെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാർ പ്രതിയാകാൻ സാധ്യതയുള്ള കേസുകളിലൊക്കെ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് പുതിയൊരു രീതി. ഇപ്പോൾ UDF കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഏറ്റവും അവസാനം പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, നമ്മുടെ സലിംകുമാർ പോയെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത്, രാഹുൽ മാങ്കൂട്ടത്തിലും ദിലീപും അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് കേരള പോലീസ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാ കൊട പിടിച്ചു കൊടുക്കുന്നത്? MLA അല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവല്ല, ഇതൊക്കെ ആയിരുന്നു, ഇപ്പൊ നിലവിലല്ല. അപ്പം ഇവിടെ മറ്റൊരാള് ദിലീപാണ്. ദിലീപ് കുറ്റക്കാരനാണ്. ആ പ്രതിസ്ഥാനത്തു നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ദിലീപ് കുറ്റക്കാരനാണ്. കാര്യം എന്താ പറയാ, സ്വന്തം സഹപ്രവർത്തകയെ പീഡിപ്പിച്ച ഒരാളാണ് ഈ പറയുന്ന ദിലീപ്. അപ്പം അതിനെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ രണ്ടുപേർക്കും പോലീസ് കൊട പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അർത്ഥം നാളെ ഇവരെല്ലാം പൊതുസമൂഹത്തിൽ ഉണ്ടാവും. ഇവരെല്ലാം നഷ്ടപ്പെട്ടു പോയ എല്ലാ പ്രതാപങ്ങളോടും തിരികെ എത്താൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്നുള്ള ഒരു തെറ്റായ സന്ദേശം പൊതുജനത്തിന് കൊടുക്കുന്നതിന് തുല്യമായിരുന്നു ഇന്നലെ കണ്ട ആ നാടകീയമായ രംഗങ്ങൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ദിലീപിനൊപ്പം ദിലീപിന്റെ വാഹനത്തിൽ കയറി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ സ്വാഭാവികമെന്നോണം ഈ പറഞ്ഞ കെ മഹേശന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായി ഈ കേസിലുള്ള അന്വേഷണം ഏത് വഴിക്ക് പോകുമെന്നുള്ളത് നമുക്കേറെ ഊഹിക്കാം. ഇതെന്തായിരുന്നാലും മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. പക്ഷെ ബിന്ദുകൃഷ്ണയ്ക്ക് ഇതിനകത്ത് വലിയ വോയിസ് ഒന്നുമില്ല. ബിന്ദുകൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം ബിന്ദുകൃഷ്ണയ്ക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ പിടിപാടൊന്നുമില്ല. അവര് പിന്നെ ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു വനിതാ നേതാവാണ് നമുക്ക് അറിയാം. പിന്നെ ലിജുവിന്റെ കാര്യം, ലിജു വെള്ളാപ്പള്ളി വിരുദ്ധത ലിജുവിന്റെ കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യം ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതുകൊണ്ട് ലിജു വെള്ളാപ്പള്ളിയുമായി കൈകൊടുത്ത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഈഴവൻ കൂടിയാണ് പിന്നെ ലിജു. പക്ഷെ അദ്ദേഹം ഇതുവരെയായി വെള്ളാപ്പള്ളി നടേശനെ കൂടിക്കാഴ്ച നടത്തുകയോ വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹാശിസുകൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകുകയൊന്നും ചെയ്തിട്ടില്ലാത്തൊരു നേതാവാണ്. ലിജു പൊതുവെ ഒരു ആദർശ രാഷ്ട്രീയത്തിന്റെ ആളെന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ അന്വേഷണവും ഇപ്പൊ VM സുധീരൻ ഒരു നിലപാടെടുത്തത് കോൺഗ്രസുകാർ മലക്കം മറിയും എന്ന് പറയുന്ന ഒരു തോന്നലുള്ളത് കൊണ്ടാണ്. ഇപ്പൊ CMRL അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു കോൺഗ്രസ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചത് പിന്നെ VM സുധീരനാണ്. അതായത് കരിമണൽ കർത്തി കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തീരുമാനം എടുത്തത് പിന്നെ VM സുധീരനാണ്. എന്ന് പറയുന്ന പുതിയൊരു തീരുമാനം VM സുധീരന്റെ ഭാഗത്ത് നിന്ന് അത് നാളെ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ സർക്കാർ മറിയാനുള്ള സാധ്യതയുണ്ട് എന്നൊരു തോന്നലിന്റെ പുറത്ത് ഇപ്പോഴേ ഒരു കേസ് കൊടുത്തിട്ടിരിക്കുന്നു എന്ന് മാത്രമല്ലാതെ ഇത് മുന്നോട്ട് പോകുമെന്നുള്ള അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ ഇപ്പൊ തൽക്കാലം കഴിയില്ല.